തമിഴ്നാട്ടിൽ വിജയ്ക്ക് മുന്നിലുള്ള 3 സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, CPM, CPI അടക്കമുള്ള ചെറുകിട പാർട്ടികളുടെയൊക്കെ പിന്തുണ വിജയ്ക്ക് ലഭിക്കുക. രണ്ടാമത്തെ സാധ്യത അണ്ണാ DMK പിളർപ്പുണ്ടായി 3-2 MLA-മാരുടെ പിന്തുണ വിജയ്ക്ക് ലഭിക്കുക. മൂന്നാമത്തെ സാധ്യത DMK ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ അവിടെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയും. ഇങ്ങനെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയണമെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2 തവണയും ഏറ്റവും വലിയ ഒന്നാമത്തെ വലിയ പാർട്ടിയായിട്ടും 2 തവണയും അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഈ രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണർക്കാണ് തമിഴ്നാടിൻ്റെ ചാർജ്. അദ്ദേഹം വിജയിയെ ക്ഷണിക്കാൻ തയ്യാറായിട്ടില്ല. വിജയ്ക്ക് ഇനി വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് വീണ്ടും ഭരണഘടനാ വിദഗ്ധർ ഒക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. നിയമോപദേശം തേടാൻ ഗവർണറോട് ആവശ്യപ്പെടാം. എൻ്റെ ഈ ഭൂരിപക്ഷത്തിൽ എനിക്ക് 118 പേരെ കാണിച്ചാലേ ഞാൻ ക്ഷണിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം അങ്ങനെയല്ല. കൃത്യം എണ്ണം കാണിച്ചിട്ടുള്ള വലിയ കക്ഷികളെ ക്ഷണിക്കുകയും അവർ പിന്നീട് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ രാജിവെച്ച് പോവുകയും ഒക്കെ ചെയ്ത ചരിത്രം എത്രയോ എങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് തയ്യാറായിട്ടില്ല. അതിന് 2 വശമാണ് പറയുന്നത്. ഒന്ന്, വിജയിയെ അങ്ങനെ ഒരു തരത്തിൽ BJPയുടെ പല ഗവർണർമാരും പലപ്പോഴും സ്വീകരിക്കുന്ന നിലപാടിത്തരമാണ്. അവർ അങ്ങനെ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കാണ് അങ്ങനെ പിന്തുണയെങ്കിൽ അത് ഞങ്ങൾ ചെയ്യില്ല, BJPക്കാണ് അങ്ങനെയെങ്കിൽ അവിടെയെല്ലാം ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു നിലപാട്. രണ്ടാമത് പറയുന്നത് മറ്റൊരു തിയറിയാണ്. ഇപ്പോൾ തൽക്കാലം ഈ DMK പോലെ ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ അത് BJPക്ക് എന്നും തലവേദനയാണ്. കാരണം കടുത്ത സംഘപരിവാർ വിരുദ്ധ നിലപാടും മോദി വിരുദ്ധ നിലപാടും ഒക്കെ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് MK സ്റ്റാലിൻ. സ്റ്റാലിന് പകരം വിജയ് ആയാൽ അത് കുറച്ചുകൂടി മയപ്പെട്ട ഒരാളാവും. വിജയ്ക്ക് ഭൂരിപക്ഷം വേണമെങ്കിൽ ഒപ്പിക്കാനുള്ള സമയം കിട്ടിക്കോട്ടെ എന്ന് കരുതി നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നൊരു വർഷം കൂടിയുണ്ട്. അത് നമുക്ക് ആധികാരികമായി തെളിയിക്കാൻ കഴിയില്ല, അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നിരീക്ഷണം കൂടി എന്തായാലും ഉണ്ട്. ഈ നിരീക്ഷണങ്ങൾ ഒക്കെ നിൽക്കുമ്പോഴും ഇനി അല്ലെങ്കിൽ വിജയ്ക്ക് മൂന്നാമത് കഴിയുന്നത് കോടതിയെ സമീപിക്കുക. കോടതിയെ സമീപിച്ചാൽ സ്വാഭാവികമായും കോടതി ഇന്ത്യൻ ഇതുവരെയും ഗവർണർമാർ സ്വീകരിച്ച നിലപാടുകളനുസരിച്ച് വിജയിയെ ഭൂരിപക്ഷം തെളിയിക്കാൻ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ ഗവർണറോട് നിർദ്ദേശമുണ്ടാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഭരണഘടനാ വിദഗ്ധരും നിയമവിദഗ്ധരും ഒക്കെ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് DMK പോലൊരു പാർട്ടി ഈ വിജയം അംഗീകരിക്കുകയും ഈ സർക്കാർ രൂപീകരണത്തിൽ നിന്ന് ഞങ്ങൾ അവരെ തടയില്ല എന്ന് പറയും. സാധാരണ ഇങ്ങനെ ഒരു ഭൂരിപക്ഷം നിൽക്കുന്ന ഒരു സമയത്ത് DMKക്ക് വേണമെങ്കിൽ കോൺഗ്രസിനെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ CPM, CPI ഒക്കെ പോകുന്നതിനും അങ്ങനെ അവർ പോകുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ അവരങ്ങനെ ഒരു കാര്യമായ രീതിയിൽ ഇതിനെയൊന്നും തടയുന്നില്ല. കോൺഗ്രസ് പോയതിനെ വഞ്ചന എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഗൗരവമായ ഒരു ഇതിന് എതിരായ ഒരു നിലപാട്, ഈ സർക്കാർ രൂപീകരിക്കുന്നതിനെതിരായ ഒരു നിലപാട് DMK സ്വീകരിക്കുന്നില്ല. അണ്ണാ DMK സംബന്ധിച്ചും അങ്ങനെ ഈ സർക്കാർ രൂപീകരണത്തിന് വിജയെ തകർക്കണമെന്നൊരു നിലപാടില്ല, വിജയ് ഭരിച്ചോട്ടെ എന്നുള്ള നിലപാടിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. എന്താവും ഇങ്ങനെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം? ഇതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നിലവിലുള്ള വിജയി അല്ല അവർ ഭയപ്പെടുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം വന്ന് സർക്കാർ 65-ൽ കേരളത്തിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ 6 മാസം രാഷ്ട്രപതി ഭരണവും പിരിച്ചുവിടപ്പെട്ട സർക്കാർ പോലെ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ഭൂരിപക്ഷം കിട്ടാതെ പിരിച്ചുവിടപ്പെട്ട സർക്കാർ പോലെ തമിഴ്നാട്ടിൽ ആർക്കും ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിടപ്പെട്ടാൽ ഇനി 6 മാസം രാഷ്ട്രപതി ഭരിച്ചാലും അല്ലെങ്കിൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയാലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തമിഴ് ജനതയുടെ ഭൂരിപക്ഷ വികാരം നിലവിൽ വിജയിക്കൊപ്പമാണ്. അവർ അർഹമായ ഭൂരിപക്ഷമായിരിക്കുന്നില്ല. തമിഴരുടെ ഒരു രീതിയൊക്കെ അനുസരിച്ച് അവരുടെ അണ്ണാ DMK ജയിപ്പിക്കുമ്പോഴും DMK ജയിപ്പിക്കുമ്പോഴും ഒക്കെ പ്രതിപക്ഷത്ത് ഒരാളെ ഒറ്റയ്ക്കിരുത്തി, ജയലളിതയൊക്കെ ഒറ്റയ്ക്കിരുത്തി വിജയിപ്പിക്കുന്ന അവസ്ഥ, കരുണാനിധിയൊക്കെ ഒറ്റയ്ക്കിരുത്തി വിജയിപ്പിക്കുന്ന അവസ്ഥ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. വിജയുടെ പാർട്ടി TVK വമ്പൻ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയ അധികാരത്തിലേക്ക് വരികയും ചിലപ്പോൾ പ്രതിപക്ഷം തന്നെ പൂർണ്ണമായും തകർന്നു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. ഇത് കൃത്യമായി തിരിച്ചറിയുന്ന ആളാണ് MK സ്റ്റാലിൻ. ഇത് തിരിച്ചറിയുന്ന ആളുകളാണ് മറ്റു പാർട്ടികളിലൊക്കെ ഉള്ളത്. ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ പാർട്ടികളൊക്കെ ഇപ്പോൾ വളരെ മാന്യത സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാന്യതയുടെ ഒരു മുഖംമൂടിയൊക്കെ അണിഞ്ഞുകൊണ്ട് അവർ സർക്കാർ രൂപീകരിക്കട്ടെ എന്ന നിലപാടിൽ നിൽക്കുന്നത്. അവരുടെ ഇനി ഈ പാർട്ടികൾക്കൊക്കെ ഉള്ള ഏക പ്രതീക്ഷ എന്താണ് ഈ ഓരോ പാർട്ടികളും കണക്ക് കൂട്ടുന്നത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ പാർട്ടികളുടെയൊക്കെ കണക്ക് കൂട്ടലുകൾ നിലവിൽ വിജയ് ഏതെങ്കിലും തരത്തിൽ സർക്കാർ രൂപീകരിക്കട്ടെ, ഇനിയിപ്പോൾ നാളെ CPM, CPI എന്നും പോയാലും DMK അത്തരത്തിൽ ഒരു എതിർപ്പ് ഉയർത്താനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ അവർ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ DMK തന്നെ മാറി നിന്ന് കൊടുക്കാം. DMKക്ക് സഭയിൽ മാറി നിന്ന് കഴിഞ്ഞാൽ, ഭൂരിപക്ഷം തെളിയിക്കേണ്ട സമയത്ത് DMK മാറി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അനായാസം വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. വിജയുടെ സർക്കാർ രൂപീകരിക്കും. അവിടെ എല്ലാം അവർ പ്രതീക്ഷിക്കുന്നത് വിജയ് എന്ന ഒറ്റ വ്യക്തിയിലാണ് ഈ പാർട്ടി എത്തിയിരിക്കുന്നത്. ആ പാർട്ടിക്ക് ഒരു 2ാം നിരയോ 3ാം നിരയിലോ അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരുമില്ല. അങ്ങനെ ഒരു പാർട്ടി സ്വാഭാവികമായും തമിഴ്നാട് പോലെ അതിവിശാലമായ ഒരു സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക്, ഭീമമായ ചിലപ്പോൾ അഴിമതികളിലേക്കോ അല്ലെങ്കിൽ ഭീമമായ അബദ്ധങ്ങളിലേക്കോ ഒക്കെ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്.
ആ സാധ്യത ഉള്ളപ്പോൾ അങ്ങനെ വിജയുടെ ഇപ്പോഴത്തെ പ്രതിച്ഛായയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇടിവുണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തമിഴ്നാട് പോകുക. അത് ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒക്കെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു കാത്തിരിപ്പില്ലാതെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു റിസൾട്ടായിരിക്കില്ല തമിഴ്നാട്ടിലുണ്ടാവുന്നത്. അത് പൂർണ്ണമായും വിജയിക്കും. ചിലപ്പോൾ വിജയ് ഒരു സുനാമി പോലെ തെക്കേയറ്റം മുതൽ വടക്കേ അറ്റം വരെ വീശി അടിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ പാർട്ടികളിലും DMKയും അണ്ണാ DMKയും CPMഉം CPIയും കോൺഗ്രസും എല്ലാം, കോൺഗ്രസ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇനി വിജയുടെ കൂടെയാണ്, അടുത്ത ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും രാജ്യസഭയിലേക്കും എല്ലാമുള്ള സഖ്യമാണ് ഞങ്ങളുടേതെന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ ഭയമാണ് ഈ പാർട്ടികളെയൊക്കെ തൽക്കാലം അകറ്റി നിർത്തുന്നത്. അവരെല്ലാവരും കാത്തിരിക്കുന്നത് എന്തെങ്കിലും വിജയുടെ ഭാഗത്ത് നിന്ന് ഒരു അപകടം ഉണ്ടാവും, ഒരു വലിയ വീഴ്ച ഉണ്ടാവും, അങ്ങനെ പ്രതിച്ഛായ തകരും, ആ സമയത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരം ഒരു നീക്കം തന്നെയാവാനാണ് കൂടുതൽ സാധ്യത തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരാനുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന് ഒരു ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദ ഇലക്ഷൻ ചാനൽ പൂർണ്ണ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.